നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിയ്യൂർ സെൻട്രൽ ജയിലിൽ AA ഡ്രോൺ സംവിധാന പരീക്ഷണ പറക്കൽ വീക്ഷിക്കുവാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എത്തി. മാടക്കത്തറ പാടത്ത് നഴ്സറിയുടെ മറവിൽ നെൽവയൽ നികത്തുവാൻ മണ്ണുമായി വന്ന ലോറി നാട്ടുകാർ തടഞ്ഞു. മണ്ണുത്തി പോലീസ് എത്തി മെയിൻ നടപടികൾ സ്വീകരിച്ചു. ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്തുവാൻ പോലീസിനെയും ഗുണ്ടകളെയും ഉപയോഗിച്ച് ക്രൂരമായ അക്രമം അഴിച്ചുവിട്ട കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തി AISF, AIYF നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. കേരളത്തിന് അനുവദിക്കാനിരുന്ന എയിംസിനായി സംസ്ഥാന സർക്കാർ സമർപ്പിച്ച സ്ഥലങ്ങളുടെ പട്ടികയിൽ നിന്ന് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തെ ഒഴിവാക്കിയതിൽ BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഡ്രോൺ സംവിധാനത്തിന്റെ ട്രയൽ റൺ മന്ത്രി രമേശ് ചെന്നിത്തല വിലയിരുത്തി. കേരള ജയിൽ വകുപ്പിൽ ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി വിയ്യൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമിൽ ഡ്രോൺ സർവൈലൻസ് സംവിധാനത്തിന്റെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ട്രയൽ റൺ സംഘടിപ്പിച്ചു. ട്രയൽ റൺ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ടെത്തി വിലയിരുത്തി. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ഡയറക്ടർ ജനറൽ S. ശ്രീജിത്ത്, മധ്യമേഖല ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് S. സജീവ് എന്നിവരും മുതിർന്ന ജയിൽ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഡ്രോൺ സാങ്കേതികവിദ്യയുടെ പ്രവർത്തന രീതി, സുരക്ഷാ സാധ്യതകൾ, അടിയന്തര സാഹചര്യങ്ങളിലെ പ്രയോജനം എന്നിവയുടെ വിശദമായ അവതരണവും തത്സമയ പ്രദർശനവും നടന്നു. 139 ഏക്കർ വിസ്തൃതിയുള്ള വിയ്യൂർ ജയിൽ കോംപ്ലക്സിൽ സെൻട്രൽ പ്രിസൺ, ഹൈ സെക്യൂരിറ്റി പ്രിസൺ, വനിതാ ജയിൽ, ജില്ലാ ജയിൽ, സബ് ജയിൽ എന്നിവ പ്രവർത്തിക്കുന്നുണ്ട്. നിലവിൽ 1700 മുതൽ 2000 വരെ തടവുകാരെ പാർപ്പിക്കുന്ന ഈ കോംപ്ലക്സിന്റെ ചില ഭാഗങ്ങളിൽ ചുറ്റുമതിലുകളുടെ അഭാവം, മരങ്ങൾ നിറഞ്ഞ ഭൂപ്രകൃതി, ജീവനക്കാരുടെ പരിമിതമായ എണ്ണം എന്നിവ സുരക്ഷാ നിരീക്ഷണത്തിന് വെല്ലുവിളികൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് ഡ്രോൺ സംവിധാനത്തിന്റെ സാധ്യതകൾ വിലയിരുത്തുന്നത്. ജയിൽ ചാട്ടശ്രമങ്ങൾ, ജയിൽ പരിസരത്തേക്ക് നിരോധിത വസ്തുക്കൾ കടത്തുവാനുള്ള ശ്രമങ്ങൾ, മതിലുകൾക്കും മരങ്ങൾക്കും മുകളിലൂടെ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ അതിവേഗം കണ്ടെത്തുന്നതിനും ആവശ്യമായ സാഹചര്യങ്ങളിൽ ഉടൻ പ്രതികരിക്കുന്നതിനും ഡ്രോൺ സാങ്കേതികവിദ്യ ഫലപ്രദമായി പ്രയോഗപ്പെടുത്തുവാൻ കഴിയുമെന്നും വിലയിരുത്തി. ഡ്രോൺ സാങ്കേതികവിദ്യയ്ക്കൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത CCTV വിശകലന സംവിധാനവും പരീക്ഷണാടിസ്ഥാനത്തിൽ അവതരിപ്പിച്ചു. സംശയാസ്പദമായ ചലനങ്ങൾ, അസാധാരണ സംഭവങ്ങൾ, സുരക്ഷാ ഭീഷണികൾ എന്നിവ വേഗത്തിൽ തിരിച്ചറിഞ്ഞ് ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകുവാൻ കഴിയുന്ന സാങ്കേതികവിദ്യയുടെ സാധ്യതകളും പരിപാടിയിൽ വിശദീകരിച്ചു. ഭാവിയിൽ സംസ്ഥാനത്തെ മറ്റ് ജയിലുകളിലും സമാന സാങ്കേതിക സംവിധാനങ്ങൾ ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുമെന്ന് ജയിൽ വകുപ്പ് അറിയിച്ചു. എയറോസ്പേസ് എഞ്ചിനീയേഴ്സ് ആൻഡ് റോബോട്ടിക് ഇന്നോവേഷൻ കുട്ടികളുടെ ജന്മസിദ്ധമായ ശാസ്ത്ര സാങ്കേതിക കഴിവുകൾ മനസ്സിലാക്കി അത് വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ പരിശീലനവും അപ്പോൾ നാളെ മുതൽ കേരളത്തിലെ SPC സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്സിന് ഇവരുടെ പരിശീലനം നൽകുക. ഇത് ജയിലിൽ വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. കാരണം ഈ ഡ്രോൺ പറത്തിക്കഴിഞ്ഞാൽ വനത്തിൽ ഒളിച്ചിരിക്കുന്ന കണ്ടെത്താൻ കഴിയും. ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന വസ്തുവകൾ കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ മൂവ്മെന്റ്, എല്ലാ മൂവ്മെന്റുകളും ശ്രദ്ധിക്കാൻ കഴിയും. ജയിലിനകത്തും പുറത്തും മതിലിന് പുറത്തുള്ള മൂവ്മെന്റുകൾ, മതിലിനകത്തുള്ള മൂവ്മെന്റ് എല്ലാം കണ്ടെത്താൻ കഴിയും. അതുപോലെ വളരെ ക്രൗഡായിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ ഡ്രോൺ ഉപയോഗിച്ചാൽ എത്ര പേര് ക്രൗഡുണ്ട് എന്ന് മാനേജ് ചെയ്യണം. ട്രാഫിക് മാനേജ്മെന്റ്, ക്രൗഡ് മാനേജ്മെന്റ്, പിന്നെ ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ മണ്ണിനടിയിൽ പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ കണ്ടെത്താൻ വളരെ ഫലപ്രദമായി തന്നെ ഇത് ഉപയോഗിക്കാൻ കഴിയും. അത് ഞങ്ങളുടെ കുട്ടികൾക്ക് ഈ പരിശീലനം കൊടുക്കുന്നുണ്ട്. ജയിൽ വകുപ്പിൽ ആദ്യത്തെ ജയിലുകളിൽ വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഞങ്ങൾ ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരീക്ഷണ പരിപാടികൾ ആരംഭിക്കാൻ തീരുമാനിക്കുകയാണ്. അതിനുള്ള ഉത്തരവുകളും തന്നെ നൽകും. അപ്പോൾ ആദ്യത്തെ ജയിൽ ഏറ്റവും ആധുനിക സൗകര്യങ്ങളോടുകൂടി
വെച്ചിട്ടുള്ളത് യുഎഇനെ നമ്മൾ തെരഞ്ഞെടുക്കാം. അല്ല, ഗവൺമെൻറ് DGPയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ആ തീരുമാനം ആണ് ഗവൺമെൻറ് ഉത്തരവായി പുറത്തു വരുന്നത്. അത് പ്രത്യേക അസാധാരണമായ ഒന്നുമില്ല. DGPയുടെ നിർദ്ദേശാനുസരണമാണ് ഗവൺമെൻറ് തീരുമാനം. ഒരു കേസ് കൂടി ആ വിഷയത്തിൽ ഫയൽ ചെയ്യാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. പോലീസ് സത്യവാദവുമായി ബന്ധപ്പെട്ട് കേസിന്റെ അനിവാര്യം ഉണ്ടോ? എനിക്കറിയില്ല. പോലീസിനെതിരെ ആരോപണം ഉയർന്ന മറ്റ് കേസുകളുണ്ട്. കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനം അടക്കമുള്ള കേസുകൾ, അതിൽ നടപടിയായിട്ടില്ല. കുന്നംകുളത്ത് ഒരിക്കൽ ശിക്ഷിച്ചതാണ്. ഇനി ഫർദറായിട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ശിക്ഷ നടത്തിയതാണ്. പിന്നെ ഫർദർ അന്വേഷണം നടത്തുന്നത് ഇത്രേ ഉള്ളൂ. ഒരു കാര്യം, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അധികാര ദുർവിനിയോഗവും അതോടൊപ്പം തന്നെ വെടിവിട്ടുള്ള പ്രവർത്തനവും ആര് ചെയ്താലും അത് അംഗീകരിക്കാൻ സാധ്യമല്ല. അത് അന്വേഷണത്തിലൂടെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള ശിക്ഷ നൽകാൻ ഏത് ഗവൺമെൻറ്റും ബാധ്യതയുണ്ട്. അല്ലാണ്ട് ഇതിനകത്ത് വേറെ വ്യക്തികൾക്കെതിരായിട്ടുള്ളതല്ല. ആ വ്യക്തികൾ കുറ്റം ചെയ്താൽ ഗവൺമെൻറ് ശക്തമായ നടപടി ഉണ്ടാകും. അതാണ് UDF ഗവൺമെൻറ് നയം. ഈ അജിത് കുമാറിന്റെ കേസിൽ തുടർ നടപടികൾ എന്തായിരിക്കും? അജിത് കുമാറിന്റെ കേസ് തിരുത്തുകയും തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ മറ്റൊരു കേസിൽ സാധ്യമാണ്. ഞാൻ അതിൻ്റെ മെറിറ്റ് നിങ്ങളല്ലേ പറയുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, സാധ്യമാണോ? ഞാൻ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ നയം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. അധികാര ദുർവിനിയോഗം നടത്തുകയും വഴിവിട്ട പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും ശരി അത് ഗവൺമെൻറ് വെച്ചു കൊടുക്കുന്നില്ല. അതേ എന്താണ് ബോധ്യപ്പെട്ടില്ല എന്നാണല്ലോ അന്വേഷണം. ഈ പൂരങ്കലക്കൽ കൂടി നിലനിൽക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാവും? ഇത് AI ഫെസിലിറ്റി ഉള്ള ആദ്യത്തെ ഡ്രോണായിരിക്കും ഇന്ത്യയിൽ പ്രസൻസിൽ ഉപയോഗിക്കുന്നുണ്ടാവുക. കേരളത്തിൽ എന്തായാലും ഡ്രോൺ ഉപയോഗിക്കാൻ തന്നെ ശ്രമിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പലയിടത്തും ഈ ബ്ലോക്സിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇരിക്കുന്നിടത്തിരുന്നിട്ട് സൂപ്രണ്ടിനും മറ്റു ഉദ്യോഗസ്ഥർക്ക് വീക്ഷിക്കാനും അതിന് ത്വരിതഗതിയിൽ അതിന് വേണ്ട ഇടപെടൽ നടത്താനും സാധിക്കും. പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നടന്നു കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് നമ്മൾ അറിയാൻ പറ്റാറുള്ളൂ. കാരണം നമുക്ക് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റില്ല. ഒരേ സമയത്ത് എല്ലാവരും ഫിസിക്കൽ പ്രസൻസ് എൻഷുർ ചെയ്യാൻ പറ്റില്ല. അത് ഈ ഡ്രോണിൻ്റെ ഇടപെടൽ കൊണ്ട് ഒരു വലിയ പരിധിവരെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. മാടിക്കത്തറ പാടത്ത് നഴ്സറിയുടെ മറവിൽ നെൽവയൽ നികത്തുവാൻ മണ്ണുമായി വന്ന ലോറി നാട്ടുകാർ തടഞ്ഞു. മണ്ണുത്തി പോലീസ് എത്തി മെയിൻ നടപടികൾ സ്വീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, കൃഷി ഓഫീസർ, വില്ലേജ് ഓഫീസർ എന്നിവർ സ്ഥലത്തെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നാട്ടുകാർക്ക് ഉറപ്പു നൽകി. നിരവധി കാലങ്ങളായി നാട്ടുകാരും നഴ്സറി ഉടമയും തമ്മിൽ നിലം നികത്തുന്നത് സംബന്ധിച്ച് സ്ഥിരമായി തർക്കം നിലനിൽക്കുന്നതിന് മുൻപ് ഈ വയലിൽ അടിച്ച മണ്ണ് നീക്കം ചെയ്യുവാൻ കളക്ടർ ഉത്തരവിട്ടത് കോടതി വഴി സ്റ്റേ സമ്പാദിച്ച് നഴ്സറി ഉടമ നാട്ടുകാരെ കബളിപ്പിക്കുകയായിരുന്നു. ഈ നഴ്സറിയോട് ചേർന്ന് ഒഴുകിയിരുന്ന തോടും നാട്ടുകാർ കുളിക്കുവാനും അലക്കുവാനും കാലങ്ങളായി ഉപയോഗിച്ചിരുന്ന കടവും നഴ്സറിയുടെ മറവിൽ നികത്തിയതോടെ നാട്ടുകാർ ബുദ്ധിമുട്ടിലായി. പ്രദേശവാസികൾ ഇവിടെ വയൽ നികത്തുന്നതിനെതിരെ സദാ ജാഗ്രതയിലായിരുന്നു. CPM നേതൃത്വത്തിൽ വയൽ നികത്തുന്നതിനെതിരെ നാട്ടുകാർ സ്ഥിരമായി സമരത്തിലാണ്. മാടക്കത്തറ കുതിയപ്പാടം പ്രദേശത്ത് ഇന്ന് പുലർച്ചെ തണ്ണീർത്തടം നെൽവലായി കിടക്കുന്ന ഭൂമിയിൽ അനധികൃതമായിട്ട് കോറി വേസ്റ്റ് അടിക്കാൻ വേണ്ടി വന്ന വാഹനം ഇന്ന് രാവിലെ ശ്രദ്ധയിൽപ്പെട്ടു. അത് നാട്ടുകാരെല്ലാം കൂടി തടഞ്ഞു. അതിൻ്റെ മറ്റ് നടപടികൾ നടക്കുന്നുണ്ട്. ഇവിടെ
നമ്മൾ കുറച്ച് നാളുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നതാണ്. തണ്ണീർത്തടം മണ്ണിട്ട് നിർത്തുന്നത് നിരന്തരമായി ഈ തണ്ണീർത്തടം മണ്ണിട്ട് നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. തൊട്ടടുത്ത് ഞങ്ങൾ ഇതിവിടെ കൃഷി ചെയ്യുന്ന ഒരു ഭൂമിയായിരുന്നു. ആ കൃഷി ചെയ്യുന്ന ഭൂമിയിലേക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ ഈ സമരപരിപാടിയായി നമ്മൾ മുന്നോട്ട് വന്നത്. ഇപ്പോൾ കോറി വേസ്റ്റ് അടക്കമുള്ള സംഗതിയിൽ അടിച്ചുകൊണ്ട് നമ്മുടെ ഈ തൊട്ടടുത്തുള്ള കുടിവെള്ള പദ്ധതിക്ക് പോലും ഭീഷണിയാവുന്ന രീതിയിലാണ് നിലവിലൂടെ മണ്ണടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നിലവിൽ കളക്ടറുടെ സ്റ്റോപ്പ് മെമ്മോയും ഇതിൻ്റെ ഉത്തരവ് നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഈ ഉത്തരവുകളൊക്കെ തന്നെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഇയാൾ ഇതേ രീതിയിലുള്ള ഈ മണ്ണടി തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാലാകാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ നിയമ സംവിധാനങ്ങളൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇയാൾ ഇതേപോലെയുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ തക്കതായ നടപടി എടുക്കണമെന്നാണ് നമ്മളിവിടെ ആവശ്യപ്പെട്ടുള്ളത്. മണ്ണിൻ്റെ പോലീസിലെയും അതേപോലെ വില്ലേജ് കൃഷി ഓഫീസിലും അതേപോലെ തന്നെ കളക്ടറേറ്റ് നമ്മളിതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി നടപടികൾ ഇപ്പോൾ മണ്ണടിച്ച വണ്ടി കൈയൊടുക്കനെ കിട്ടിയതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. മറ്റത് ഈ ഇരുട്ടിൻ്റെ മറവിലാണ് ഇവിടെ മണ്ണടിച്ച് ഈ പാടഭൂമി നികത്തിക്കൊണ്ട് വന്നിരുന്നത്. അടിച്ചിട്ടുണ്ട് അവിടെ എടുക്കണ്ട് അടിച്ചിട്ടുണ്ട് എടുക്കണോ അടിക്കാൻ വേണ്ടി കൊണ്ടുവന്നല്ലോ നിങ്ങള്. ഫോട്ടോ ഉണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടാ ഇനി ഒപ്പിട്ട് കൊടുത്താ ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്തുവാൻ പോലീസിനെയും ഗുണ്ടകളെയും ഉപയോഗിച്ച് ക്രൂരമായ അക്രമം അഴിച്ചുവിട്ട കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തി AASF, AAYF നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. പ്രശസ്ത എഴുത്തുകാരി ഹരിത സാവിത്രി സമരം ഉദ്ഘാടനം ചെയ്തു. AASF ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടോക്കാരൻ അധ്യക്ഷത വഹിച്ച സമരത്തിന് AAYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷെബീർ സ്വാഗതവും AASF ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS അഭിറാം നന്ദിയും രേഖപ്പെടുത്തി. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി EM സതീശൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T പ്രദീപ് കുമാർ, AAYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി, AASF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KA അഖിലേഷ്, AAYF സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ VK വിനീഷ്, TP സുനിൽ, ലിനി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിന് അനുവദിക്കാനിരിക്കുന്ന എയിംസിനായി സംസ്ഥാന സർക്കാർ സമർപ്പിച്ച സ്ഥലങ്ങളുടെ പട്ടികയിൽ നിന്ന് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ച ധർണ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് എയിംസ് ലഭ്യമാക്കുന്ന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ആവശ്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്നും തൃശൂർ പാർലമെന്റ് മണ്ഡലത്തെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് തൃശൂർ ജനതയോടുള്ള അവഗണനയും വെല്ലുവിളിയുമാണെന്ന് MT രമേശ് ആരോപിച്ചു. കേരളത്തിന്റെ മധ്യഭാഗത്തുള്ള തൃശൂർ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ജനങ്ങൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനാകുന്ന ജില്ലയാണെന്നും എന്നിട്ടും തൃശൂരിനെ ഒഴിവാക്കിയത് വികസന വിരുദ്ധ നിലപാടാണെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ MPയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ വികസന പ്രവർത്തനങ്ങളെ താറടിച്ചു കാണിക്കുവാനുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് UDF സർക്കാർ ഇത്തരമൊരു നടപടി സ്വീകരിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. LDF സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളുടെ തുടർച്ചയാണ് UDF സർക്കാരും പിന്തുടരുന്നതെന്നും സംസ്ഥാനത്തിന്റെ വികസന താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. എയിംസ് വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നിലപാട് തിരുത്തിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി BJP മുന്നോട്ടു പോകുമെന്നും MT രമേശ് മുന്നറിയിപ്പ് നൽകി. കേരളത്തിന് എയിംസ് ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും വികസന പദ്ധതികളിൽ രാഷ്ട്രീയം കലർത്താതെ ജനങ്ങളുടെ താൽപര്യത്തിന് മുൻഗണന നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സുജയ് സേനൻ, മേഖലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, സേവിയർ പള്ളത്ത്, നാട്ടിക മുൻ MLA
AC മുകുന്ദൻ, മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ, ജില്ലാ ട്രഷറർ വിജയൻ മേപ്രത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലാ ഭാരവാഹികളായ സബീഷ് മരുതയൂർ, റോഷൻ NR, പ്രവീൺ P, നിബിൻ ശ്രീനിവാസൻ, മനോജ് നെല്ലിക്കാട്, ദിനേഷ് കുമാർ കരിപ്പേരിൽ, മണ്ഡലം ഭാരവാഹികളായ രഘുദാൻ C മേനോൻ, വിപിൻ ഐനികുന്നത്ത്, അശ്വിൻ വാര്യർ, മനു പള്ളത്ത്, കൌൺസിലർമാരായ പൂർണിമ സുരേഷ്, രേഷ്മ മേനോൻ, വിൻഷി അരുൺ, വിനോദ് കൃഷ്ണ, കൃഷ്ണമോഹൻ തുടങ്ങിയവർ പ്രതിഷേധ ധർണയ്ക്ക് നേതൃത്വം നൽകി. ആലോചനയെക്കുറിച്ച് നാം അറിയുന്നത് അത് കേരളത്തിൽ എയിംസ് അനുവദിക്കണമെന്ന് ആവശ്യമുയർന്നപ്പോൾ ആവശ്യത്തോട് അനുഭാവപൂർണമായിട്ടുള്ള സമീപനമാണ് അന്നത്തെ വാജ്പേയി സർക്കാർ സ്വീകരിച്ചത്. അന്ന് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിനോട് അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പിന്നീട് എയിംസ് അനുമതിയെക്കുറിച്ച് നാം എവിടെയും കേട്ടിട്ടില്ല. 2004 UPA ഗവൺമെന്റ് അധികാരത്ത് വന്നപ്പോൾ ഈ ആവശ്യം വീണ്ടും ഉയർന്നു വന്നിരുന്നു. പക്ഷെ അന്നും കേന്ദ്രവും കേരളവും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ആവശ്യം പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. 10 വർഷക്കാലം UPA രാജ്യം ഭരിച്ചപ്പോൾ കേന്ദ്രത്തിലും കേരളത്തിലും ഒരേ ഗവൺമെന്റ് ആയിരുന്നു. അത്തരമൊരു സന്ദർഭമുണ്ടായിട്ടും 1999-2000 വർഷങ്ങളിൽ വാജ്പേയി സർക്കാർ എടുത്ത നയപരമായ തീരുമാനത്തിന്റെ തുടർ നടപടികൾ UPA ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. അതിനുശേഷം 2014 ശ്രീ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 2016 പാർലമെന്റ് ചോദ്യത്തിന് മറുപടിയായി കേരളത്തിൽ എയിംസ് അനുവദിക്കാൻ തത്വത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് അന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് പറയുകയുണ്ടായി. സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെടുത്താൽ അതിന് തുടർ നടപടികൾ ഉണ്ടാകേണ്ടത് കേരളത്തിലാണ്. അതുകൊണ്ട് ആവശ്യമായ സ്ഥലത്ത്, എല്ലാ സൗകര്യമുള്ള പ്രദേശത്ത് ആവശ്യമായിട്ടുള്ള സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കൈമാറുക എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെന്റ് ആദ്യം ചെയ്യേണ്ടത്. രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുവാനും ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുവാനും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് യുവമോർച്ച തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധ പരിപാടിയിൽ സംസാരിച്ച യുവമോർച്ച സിറ്റി ജില്ലാ പ്രസിഡന്റ് മനു പള്ളത്ത് രാജ്യതലസ്ഥാനത്ത് അക്രമ രാഷ്ട്രീയവും പ്രോത്സാഹിപ്പിക്കുന്ന കോൺഗ്രസിനെതിരെ ദേശീയതയുടെ യുവശക്തി ശക്തമായ പ്രതിഷേധമുയർത്തുമെന്നും പറഞ്ഞു. ജനാധിപത്യ സ്ഥാപനങ്ങളെയും ഭരണഘടനാപരമായ സംവിധാനങ്ങളെയും തകർക്കുവാനുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങൾ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. പരിപാടിയിൽ BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി രാഹുൽ നന്ദിക്കര തുടങ്ങിയവർ പ്രസംഗിച്ചു. യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ നന്ദു ഒല്ലൂർ, അഞ്ജലി ഇടക്കാട്ടിൽ, അമൃത ശ്രീജിത്ത്, അമൽ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. രാഹുൽ ഗാന്ധി കത്തട്ടെ, രാജ്യദ്രോഹി കത്തട്ടെ, രാജ്യദ്രോഹി കത്തട്ടെ, രാഹുൽ ഗാന്ധി കത്തട്ടെ, പ്രതിഷേധം 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 മോർച്ചയുടെ പ്രതിഷേധം. BJP ഓഫീസിലെ കള്ളപ്പണ ഇടപാട് ED അന്വേഷണം ആവശ്യപ്പെട്ട് CPI പ്രതിഷേധം സംഘടിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തൃശൂരിലെ BJP ജില്ലാ കാര്യാലയത്തിൽ 25 കോടിയോളം രൂപ കള്ളപ്പണം എത്തിച്ചെന്ന മുൻ ഓഫീസ് സെക്രട്ടറി അക്ഷയിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അന്വേഷണം ആവശ്യപ്പെട്ട് CPI തൃശൂർ മണ്ഡലം കമ്മിറ്റി പ്രകടനം നടത്തി. CPI മണ്ഡലം സെക്രട്ടറി KB സുമേഷ് പ്രകടനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കൗൺസിൽ അംഗം സാറാമ റോബ്സൺ അധ്യക്ഷത വഹിച്ചു.
തെരഞ്ഞെടുപ്പ് കാലത്ത് ജില്ലയിൽ BJP വ്യാപകമായി കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം ഒഴുക്കിയെന്ന CPIയുടെയും LDFിന്റെയും ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് പുതിയ വെളിപ്പെടുത്തലെന്ന് നേതാക്കൾ പറഞ്ഞു. പണം ഓഫീസിലെത്തിച്ച സമയത്ത് CCTV ക്യാമറകൾ നിർബന്ധപൂർവ്വം ഓഫ് ചെയ്തെന്നും മുൻ ഓഫീസ് സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു. ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സമഗ്രമായി അന്വേഷണം നടത്തണമെന്ന് CPI ആവശ്യപ്പെട്ടു. കൂടാതെ BJP നേതാക്കൾക്കെതിരെ ED കേസ് രജിസ്റ്റർ ചെയ്ത് പ്രത്യേക അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും CPI ആവശ്യപ്പെട്ടു. TR അനിൽകുമാർ, ബിനോയ് ഷബീർ, CR റോസ്ലി, I സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സ്വാധീനിക്കുന്നതിന് വേണ്ടി, ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി വോട്ടർമാർക്ക് സാമ്പത്തിക രൂപയുടെ കള്ളപ്പണം ഈ തൃശൂർ നിയോജകമണ്ഡലത്തിൽ കൊണ്ടുവന്ന് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് BJPയുടെ ഓഫീസ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും. BJPയുടെ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസിൽ വെച്ച് വിതരണം ചെയ്തതായി BJPയുടെ തന്നെ നേതാക്കൾ സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എവിടെയാണ് ED ഉൾപ്പെടെയുള്ള BJPയോട് എതിരിടുന്ന, BJPക്കെതിരായി വർത്തമാനം പറയുന്നവരെ എല്ലാം കൽത്തുറങ്കിൽ അടയ്ക്കുന്ന സമീപനം നടത്തുന്ന BJP ഭരിക്കുന്ന കേന്ദ്രം ഭാഗത്തുന്ന BJPയുടെ സർക്കാർ ഇത്തരത്തിലുള്ളവരാണ്. നേരത്തെ ഇവിടെ സ്വാഗതം ആശംസിച്ച സഖാവ് ഇവിടെ സൂചിപ്പിച്ചു, വടക്കേ ഇന്ത്യയിൽ നമ്മൾ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി കോർപ്പറേറ്റ് കമ്പനികൾക്ക് വിടുതൽ ചെയ്തുകൊണ്ട് അവർക്ക് ഇലക്ട്രിക് ബോർഡുകൾ. ഇനിയൊരു ഇടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. രൂക്ഷമായ വെള്ളക്കെട്ടിൽ കൃഷി ഉപേക്ഷിച്ച് കൊമ്പഴ നിവാസികൾ. ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ അശാസ്ത്രീയ നിർമ്മാണം മൂലം കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കയറി കൃഷി ചെയ്യുവാൻ കഴിയാതെ വലയുകയാണ് വാണിയമ്പാറ മുതൽ കൊമ്പഴ വരെയുള്ള 100-ലധികം കർഷകർ. ഏകദേശം 300 ഏക്കർ വലിപ്പമുള്ള ഇവരുടെ കൃഷിയിടം പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. 12 അടി വീതിയുണ്ടായിരുന്ന ചാല് 4 അടിയായി ചുരുക്കിയതാണ് പ്രശ്നത്തിന് കാരണം. വർഷങ്ങൾക്ക് മുൻപ് വേലകൾക്കായി കൊണ്ടുപോകുന്ന ആനകളെ കുളിപ്പിച്ചിരുന്ന വീതിയേറിയ ചാല് ഇന്നും കർഷകരുടെ ഓർമ്മയിലുണ്ട്. കാട്ടിൽ നിന്നും ദേശീയപാതയുടെ വടക്കുഭാഗത്തു നിന്നും കുത്തിയൊലിച്ചു വരുന്ന വെള്ളം പീച്ചി ഡാമിന്റെ റിസർവയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ചാലിലൂടെയായിരുന്നു. കൃഷിയിടങ്ങളിലെ വെള്ളം മഴയ്ക്ക് ശേഷം ഒഴുകിയെത്തിയിരുന്നതും ഈ ചാലിലാണ്. എന്നാൽ നിലവിൽ ചാലിന് ഉയരവും കൂട്ടിയതോടുകൂടി ചാലിലെ വെള്ളവും കൃഷിയിടങ്ങളിലേക്ക് കവിഞ്ഞൊഴുകുകയാണ്. വർഷങ്ങളായി നെൽകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകർ കൃഷി പൂർണ്ണമായും ഉപേക്ഷിച്ചു. വാഴയും കപ്പയും കൃഷി ചെയ്യുവാൻ ശ്രമിച്ചെങ്കിലും വെള്ളക്കെട്ടിൽ രണ്ടും ചീയുന്നത് മൂലം ഇത് പരാജയപ്പെട്ടു. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് രൂക്ഷമായ ദുർഗന്ധവും രോഗവ്യാപനത്തിനുള്ള ആശങ്കയും നാട്ടുകാർക്കുണ്ട്. മുട്ടിക്കൽ ഉണ്ണികൃഷ്ണൻ, സ്വാമിനാഥൻ, വേണുനാഥൻ, ചിറമ്പാട്ട് ബേബി തുടങ്ങിയവരുടെ കൃഷിയിടങ്ങൾ പൂർണ്ണമായും വെള്ളത്തിലാണ്. വിഷയം സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റിക്കും ജനപ്രതിനിധികൾക്കും പലതവണ പരാതി നൽകിയതായി നാട്ടുകാർ പറഞ്ഞു. ഉടനടി ശരിയാക്കി തരാമെന്ന് ദേശീയപാത അതോറിറ്റി 10 കൊല്ലം മുമ്പ് ഉറപ്പു നൽകിയെങ്കിലും ഇതുവരെ പാലിച്ചിട്ടില്ല. തങ്ങളുടെ പാടത്ത് എങ്ങനെയെങ്കിലും കൃഷിയിറക്കണമെന്ന ആഗ്രഹമാണ് ഈ കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു.
ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2011 തൊട്ട് അവർ ഈ മണ്ണിട്ട് പഴയ നിലവിൽ 12 അടി വീതിയുള്ള ചാല് മണ്ണിട്ട് തീർത്ത് പോയി. പിന്നെ ഒരു വർഷത്തോളം വെള്ളത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജനങ്ങളെല്ലാവരും കൂടി ഈ ഭാഗത്തെ 115 പേര് 120 പേര് അങ്ങോട്ട് കൂടിയിട്ട് ഇതിനെ പ്രതിഷേധിച്ചിട്ട് അവർ ചാലിട്ട് തന്നു. 2 അടി 12 അടി പോയിട്ട് 4 അടിയായി. ഈ കിഴക്കോട്ട് ഉത്സവത്തിന് കൊണ്ടുപോകുമ്പോൾ ആനയെ കൊണ്ടുപോകുമ്പോൾ ഇവിടെ കുളിപ്പിച്ചിരുന്ന സ്ഥലമാണ്. അതിപ്പോൾ 4 അടിയാക്കി നമ്മുടെ ഭൂമി ലെവലിൽ നിന്ന് പൊന്തിയിട്ടാണ് ചാല് പോകുന്നത്. ഈ വെള്ളം പോകുന്നത് ഈ ചുറ്റുവശത്തു നിന്നുള്ള മലയിൽ നിന്ന് പോകുന്ന വെള്ളം പീച്ചി ഡാമിലേക്കാണ് പോകുന്നത്. അതിപ്പോൾ വെള്ളം പോകാണ്ട് കൃഷിയിടങ്ങളിൽ കെട്ടിക്കെടുക്കുകയും കൃഷി പണിയാതെ 100-300 ഏക്കർ സ്ഥലങ്ങൾ പണിയാതെ അങ്ങനെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ അത് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ചേട്ടൻ എവിടെ നിൽക്കണത് ശരിക്കും? കുളത്തിലാണോ അതോ? കുളത്തിലല്ല, ഇതിപ്പോൾ കുളം എന്നും പറയാ പാടെന്നും പറയാം, എന്താ പറയാൻ പറ്റാത്ത ഒരു രൂപത്തിലാണ്. എന്താ ശരിക്കും ഇത് എന്താ, പാടാണോ അതോ കുളമാണോ? ശരിക്കും പാടാണ്. ഇതിപ്പോൾ കുളമായിട്ടാണ് കിടക്കുന്നത്. ഈ വെള്ളം ഒരു ജനുവരി പകുതി ആവാണ്ട് വെള്ളം ഒഴിഞ്ഞ് മാറില്ല, അതുവരെ ഈ വെള്ളം കിടക്കുന്നതാണ്. നമ്മുടെ ഇതിൻ്റെ KMC കമ്പനിയോട് പറഞ്ഞപ്പോൾ അവർ പണിത് തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയും വർഷമായി. 2011 തൊട്ട് പണിത് തരാമെന്ന് നമ്മുടെ MLA MP ഒക്കെ ഇതിൽ ഇടപെട്ടിട്ടുള്ള, മന്ത്രിയൊക്കെ ഇടപെട്ടിട്ടുള്ള. ഇവിടെ ജനങ്ങൾ മൊത്തം ഇതിൽ കൂടി നിന്ന് ഇപ്പം മഴ ശക്തിയായി പെയ്ത് കഴിഞ്ഞാൽ വീടുകളിലേക്കുള്ള വെള്ളക്കെട്ട് ഇതുവരെ പോയില്ല, ഒഴിഞ്ഞു മാറിയില്ല. ഏതൊക്കെ കൃഷി ഇറക്കിയിരുന്നത്? ഇത് 2-3 നെൽകൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നെൽകൃഷി കഴിഞ്ഞ് കഴിഞ്ഞാൽ പച്ചക്കറി എടുക്കുക, പയറ് വെണ്ട ഇതൊക്കെ കൃഷി ചെയ്യണം. അപ്പം അതിനൊന്നും പറ്റാത്ത രൂപത്തിലാണ്. ഇതിപ്പോൾ ഒരു ജനുവരി പകുതിയോട് കൂടിയിട്ട് ഈ വെള്ളം പറ്റും. വെള്ളം പറ്റിക്കഴിഞ്ഞാൽ ചളിപിളിയായി. പിന്നെ കൃഷി ഇറക്കുന്ന ടൈമിൽ മഴ പെയ്ത് വല്ല പയറോ വെണ്ട ഇതൊക്കെ കുത്തിയിടാൻ വേണ്ടി പച്ചക്കറി നടാനുള്ള അവസരത്തിൽ ഇടയ്ക്കുള്ള മഴ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എത്രത്തോളം വെള്ളം ഉണ്ട് ഇപ്പോൾ ഇതിലിപ്പോൾ ഒരു 4.5 അടി, ഇതിൻ്റെ സെൻട്രലിലേക്ക് നീങ്ങി കഴിഞ്ഞാൽ 4.5 അടി 5 അടി പൊക്കത്തിൽ വെള്ളമുണ്ട്. ഈ വെള്ളം നമ്മുടെ കൃഷിയിൽ നിന്ന് മേൽച്ചാലിലേക്ക് പോകുന്നില്ല. മേൽച്ചാലിൽ നിന്ന് വെള്ളം പാടത്തേക്കാണ് മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ചാല് കയറി മെയിൻ ചാലിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വെള്ളങ്ങളാണ് വരുന്നത്. അപ്പം അത് കാരണം കൊണ്ട് 2011 തൊട്ട് ഇപ്പോൾ ഇത്രയും വർഷത്തോളം ഏകദേശം എത്രയുണ്ടോ 10-16-17 വർഷത്തോളമായി വെള്ളത്തിലാണ്. നമ്മൾ ഉപജീവന മാർഗ്ഗമാണ്, വേറെ വഴിയൊന്നുമില്ല. നമ്മൾ കൃഷി ചെയ്തിട്ടാണ്, നെൽകൃഷിയും പച്ചക്കറിയൊക്കെ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പോൾ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ്. ലോണുകളും ലോണൊന്നും എടുത്തിട്ട് അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അത്രയും പരിതാപകരമായിട്ടുള്ള ഇതാണ് പോകുന്നത്. ഒരു 12-13 വർഷത്തോളമായി ഈ 10-300 ഏക്കറോളം വരുന്ന ഈ കൃഷിഭൂമിയിൽ കൃഷി ചെയ്യാൻ പറ്റിയിട്ട്. നെൽകൃഷി പൂർണ്ണമായിട്ട് ചെയ്തിരുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ വെള്ളക്കെട്ട് കാരണം കൊണ്ട് അല്പസ്വല്പം അവിടെ ഇവിടെ ഓരോ വാഴ വെച്ചാൽ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ടും ഈ വെള്ളക്കെട്ട് കൊണ്ടും ഒരു ഫലവും നമ്മൾക്ക് കിട്ടാതെ ഇവിടുത്തെ കർഷകരാകെ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു കഴിഞ്ഞ വർഷങ്ങളായിട്ട്. ഹൈവേ നിർമ്മാണം ആരംഭിച്ചതോട് കൂടിയിട്ടാണ് ഈ വെള്ളക്കെട്ട് ഇവിടെ രൂക്ഷമായത്. നെൽകൃഷി പൂർണ്ണമായിട്ട് നെൽകൃഷിയായിരുന്നു. അന്ന് വന്യമൃഗങ്ങളുടെ ശല്യങ്ങളൊന്നുമില്ല, വെള്ളമൊക്കെ സുഖമായി ഒഴിഞ്ഞു പോകും. ആവശ്യത്തിനുള്ള വെള്ളങ്ങളൊക്കെ കെട്ടി നിർത്തി 2 പ്രാവശ്യം 2 പൂല് കൃഷി ചെയ്യാൻ പറ്റുന്ന മേഖലയായിരുന്നു ഈ കൊമ്പട പ്രദേശം ഫുള്ള്. അവിടെ നിന്നൊരു 12 വർഷങ്ങൾക്ക് മുന്നേ ഹൈവേ 47 NH 47 ഇപ്പം 544 തോന്നുന്നുണ്ട്, അത് രൂപാന്തരപ്പെട്ടതിന് ശേഷം അതിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം ഈ 12 അടി വീതിയിലുള്ള ചാല് തീർത്തും ഒരു 3 അടി ആവുകയും വളരെ ഉയർന്ന രൂപത്തിൽ ആ ചാല് രൂപാന്തരപ്പെടുകയും ചെയ്തപ്പോൾ ഈ മലകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം വാണിയമ്പാറ തൊട്ട് കൊമ്പഴ വരെ ഹൈവേ ബേസ് ചെയ്തിട്ട് 7-8 കൾവർട്ടുകളോളം ഉണ്ട്. ഈ കൾവർട്ട് മുഴുവനും കൾവർട്ടിൽ കൂടെ ഒഴുകി വടക്ക് ഭാഗത്തെ ചാലിലേക്ക് വരുന്നത് മുഴുവനും തെക്ക് ഭാഗത്തുനിന്നുള്ള കാട്ടിൽ കൂടെയാണ്. ആ തെക്ക് ഭാഗത്തെ കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഈ 8 കൾവർട്ടിൽ കൂടെ ഈ വടക്ക് ഭാഗത്തുള്ള ഈ ചാലിലേക്ക് വന്ന് ആ ചാലിൽ ഒരുമിച്ച് ഒഴുകിപ്പോയിട്ട് പീച്ചി റിസർവോയറിലേക്ക് ചെന്ന് ചാടുക ചെയ്യുന്നത്. കൊമ്പള സെൻറ്ററിലുള്ള പീച്ചി റിസർവോയറിൽ ചെന്ന് ചാടുമ്പോൾ ആ 12 അടി വീതിയിലുള്ള ആ ചാലിൽ കൂടെയുള്ള വെള്ളത്തിൻ്റെ സുഗമമായിട്ടുള്ള ഒഴുക്ക് കാരണങ്ങൾ കൊണ്ട് ഈ 300 ഏക്കറോളം വരുന്ന കൃഷിഭൂമി സുഗമമായിട്ട് കഴിഞ്ഞ 12 വർഷങ്ങൾക്ക് മുന്ന് വരെ വർഷങ്ങളോളം കൃഷി ചെയ്തു പോന്നിരുന്നു. പക്ഷേ 12 വർഷത്തിന് ശേഷം
അശാസ്ത്രീയമായ ചാല് നിർമ്മാണത്തിൻ്റെ ഫലമായിട്ട് ഇവിടുത്തെ കർഷകർ ഭൂരിഭാഗം ദുരിതമായ കഷ്ടതകൾ അനുഭവിച്ചു വരികയാണ്. ഇപ്പൊ ഈ പാടം ഇപ്പൊ കുളമാണോ പാടമാണോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അതിലേക്ക് ഇറങ്ങാൻ പോലും ബുദ്ധിമുട്ടായിട്ടാണ് കിടക്കുന്നത്. എത്രത്തോളം വെള്ളം ഉണ്ടായില്ല? ഏകദേശം ഒരാളുടെ ഒരു 6 അടി 7 അടി വെള്ളം നിൽക്കുക. ഒരാൾ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നെഞ്ഞു വരെ വെള്ളത്തിലാണ് പാടം നിൽക്കുന്നത്. ഇത് ഏകദേശം ഒരു 6-7 മാസം വരെ ഈ വെള്ളം അവിടെ ഉണ്ടാവും. വേനൽക്കാലം വരുമ്പോൾ വെള്ളം ക്രമേണ വറ്റി ഏകദേശം ഒരു 2 അടി വെള്ളം ആകുമ്പോഴേക്കും അടുത്ത കാലവർഷം വരികയും വീണ്ടും വെള്ളം കൂടുകയും ചെയ്യും. ഒരൊറ്റ കൃഷി നിന്ന് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റണില്ല. ഓണം ഖാദിമേള 2026 ഗവൺമെന്റ് റിബേറ്റ് അനുബന്ധിച്ച് തൃശൂർ നടുവിലാൽ ഖാദി ഭവനിൽ വെച്ച് ബഹുമാനപ്പെട്ട തൃശൂർ MLA രാജൻ പല്ലൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ദിലീപ്, ഭവൻ മാനേജർ മീന, ജയൻ, രവികൃഷ്ണൻ, രഞ്ജിത്ത്, സുധ, ജ്യോതി, ശ്രീജ, ഗീത, നിർമ്മൽ കുമാർ, ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 25 വരെ ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഓരോ 1000 രൂപയ്ക്ക് ഖാദി വസ്ത്രങ്ങൾ വാങ്ങുമ്പോൾ സമ്മാന കൂപ്പൺ സൗജന്യമായി ലഭിക്കുന്നതാണ്. 2026 ജൂലൈ 23 മുതൽ ആഗസ്റ്റ് 25 വരെ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് 30% വരെ റിബേറ്റ് അനുവദിച്ചിരിക്കുകയാണ്. ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടും സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ റിബേറ്റ് ഖാദി നൽകുന്നത്. ഇന്നു മുതൽ അടുത്ത മാസം 25-ാം തീയതി വരെയാണ് ഈ റിബേറ്റ് നിൽക്കുന്നത്. നമുക്കറിയാം, ഖാദി ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. ഖാദി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യകതയാണ്. അതുകൊണ്ട് ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പറ്റിയ ഏറ്റവും അവസരമാണ് ഈ ഓണാഘോഷ വേളയിൽ, ഈ സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിൽ 30% വരെയാണ് ഖാദിക്ക് ഗവൺമെൻറ് റിബേറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് എല്ലാ ഗുണഭോക്താക്കളും അവസരമായി കാണാൻ വേണ്ടി ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഓണത്തിൻ്റെയും വരുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെയും ആശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്. യുവാക്കളാണ് രാജ്യത്തിന്റെ യഥാർത്ഥ നിധി. അവരെ കേൾക്കൂ, സംരക്ഷിക്കൂ. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്തുണയുമായി നടൻ മമ്മൂട്ടി. നീറ്റ് പരീക്ഷാ ചോർച്ചയ്ക്കും അഴിമതിക്കുമെതിരെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന ചരിത്രപരമായ സമരത്തിന് പിന്തുണയുമായി മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയും രംഗത്ത്. തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയാണ് രാജ്യത്തെ യുവജനങ്ങളുടെ നീതിക്കായുള്ള പോരാട്ടത്തിന് അദ്ദേഹം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചത്. രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷ നേതാക്കൾക്കും നേരെയുണ്ടായ ആക്രമണം. പാണഞ്ചേരിയിൽ കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു. രാഹുൽ ഗാന്ധിയെയും പ്രതിപക്ഷ നേതാക്കളെയും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ വെച്ച് ആക്രമിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് പാണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പ്രകടന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. പാണഞ്ചേരി മണ്ഡലം ഓഫീസിൽ നിന്നും ആരംഭിച്ച റാലിയിൽ നിരവധി കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു. ചടങ്ങിൽ DCC മെമ്പർ KP എൽദോസ് സ്വാഗതം ആശംസിച്ചു. കേന്ദ്ര ഭരണകൂടം പ്രതിപക്ഷ നേതാക്കൾക്ക് നേരെ നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ മണ്ഡലത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് അദ്ദേഹം സ്വാഗത പ്രസംഗത്തിൽ ആഹ്വാനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KP ചാക്കോച്ചൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെയും പ്രതിപക്ഷ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന സമീപനത്തിനെതിരെയും അദ്ദേഹം സംസാരിച്ചു. പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം KPCC മെമ്പർ ലീലാമ ടീച്ചർ നിർവഹിച്ചു. ജനാധിപത്യ രാജ്യത്ത് ജനപ്രതിനിധികൾക്ക് നേരെയുണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ അപലപനീയമാണെന്ന് അവർ ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറി KC അഭിലാഷ് മുഖ്യ പ്രഭാഷണം നടത്തി. വിയോജിക്കുന്നവരുടെ ശബ്ദങ്ങളെ കായികമായി നേരിടുവാനുള്ള ഭരണകൂട ശ്രമങ്ങളെ വരും ദിവസങ്ങളിലും ശക്തമായി ചെറുത്തു തോൽപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീനു വർഗീസ്, ഷൈജു കുര്യൻ, ബാബു തോമസ്, ജെയ്മോൻ ഫിലിപ്പ്, ഷിബു പോൾ, ബിനു KV, KM പൗലോസ്, ബാബു പാണങ്കുടിയിൽ, സുശീല രാജൻ, ജോളി ജോർജ്, വിനോദ് തേനംപറമ്പിൽ, സീന വർഗീസ്, ജോൺ TV, ഷാജി കീരമുളയിൽ, പ്രകാശൻ KA, ചാക്കുണ്ണി, സജി താണിക്കൽ, ജോസ് താണിപ്പാടം, സാലി തങ്കച്ചൻ, ജോർജ് എടശ്ശേരി, ഷിജോ P ചാക്കോ, അജു തോമസ്, രാജു കാവ്യത്ത്, ഷൺമുഖൻ PK, ചന്ദ്രൻ മാരാക്കൽ, തോമസ് കുര്യൻ, അജി PC, ജോജോ ജോർജ് കൂടാതെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ബ്ലോക്ക് മണ്ഡലം ജില്ലാ ബൂത്ത് ഭാരവാഹികളും നേതൃത്വം നൽകി. കൂടാതെ മണ്ഡലത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളും നിരവധി പ്രവർത്തകരും പങ്കെടുത്തു.
നടത്തുന്ന ഈ ധാർമ്മിക സമരത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് അധ്യക്ഷനും സ്വാഗത പ്രാസംഗികനും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ തുടങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ഒരു വലിയ സമരം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ആ വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച കിരാത നടപടിക്കെതിരെ, കാട്ടാള നടപടിക്കെതിരെ, ആ പോലീസിന്റെ ദുർനയത്തിനെതിരെ അവർ സമരം ചെയ്തപ്പോൾ അവരെ വലിച്ചിഴച്ച് തല്ലിച്ചതച്ച് വാനിൽ കയറ്റി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ആ നടപടിക്കെതിരെയാണ് ഇന്ന് പാണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇതുപോലെ ഒരു പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് പാണഞ്ചേരിയിൽ മാത്രം നടക്കുന്ന പ്രതിഷേധ സമരമല്ല. ഇന്ന് ഇന്ത്യ ഒട്ടാകെ എല്ലാ മണ്ഡലം കമ്മിറ്റികളും ഈ സമരത്തിന് രാഹുൽ ഗാന്ധിക്കെതിരെ അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ നടത്തിയ ഈ കിരാത നടപടിക്കെതിരെ ഇന്ന് പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കുക. പ്രിയമുള്ളവരെ, എന്തിനാണ് ഈ സമരം നടത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ സ്വാഗത പ്രാസംഗികൻ 65ാമത് സംസ്ഥാനതല സുബ്രോത കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്തു. സുബ്രത മുഖർജി ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകൾക്ക് ഷംസുദ്ദീൻ അവറുകൾ പരിചയപ്പെടുന്നത്. ഒപ്പം പത്മശ്രീ ശ്രീ IM വിജയൻ, ഇന്ത്യയുടെ കേരളത്തിന്റെ ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ സ്വന്തം അഹങ്കാരം. വീണ്ടും വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള 65ാമത് സംസ്ഥാനതല സുബ്രത കപ്പിലെ മത്സരങ്ങളാണ് ഈ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. നമുക്കറിയാം, ലോകം തന്നെ കഴിഞ്ഞ ആഴ്ചകളിൽ ഫുട്ബോളിന്റെ ഒരു വലിയ ആരവത്തിലായി. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രദേശത്തിൽ ചെല്ലുമ്പോഴും തൊട്ടടുത്ത പട്ടണത്തിലാണോ ഈ മത്സരം നടക്കുന്നത് എന്ന് തോന്നിപ്പോകും. ഈ വർഷം മാത്രമല്ല, വളരെ വേൾഡ് കപ്പായിട്ട് അല്ലെങ്കിൽ യൂറോപ്യൻ കപ്പ് നടക്കുമ്പോൾ ഒക്കെ നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ അങ്ങനെയാണ്. കാരണം അത്രയേറെ ഫുട്ബോളിനെ നെഞ്ചിലേക്കിയ ഒരു ജനതയെ ഈ പ്രാവശ്യം അതിൻ്റെ പാരമ്പര്യമായി ഓരോ നാട്ടിലും കമാനങ്ങളും ഓടും, ഓരോ ടീമിലെയും പിന്നിൽ അണിനിരക്കുന്നവരും. നമ്മുടെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഈ സ്പോർട്സ് താല്പര്യത്തെ ഇപ്പം നടക്കുന്ന തൂഫാനുമായി ബന്ധിപ്പിച്ച് 1 മില്യൺ തൂഫാൻ ഗോൾ നമ്മൾ അടിക്കണം, നമ്മുടെ വിദ്യാർത്ഥികൾ പങ്കാളികളാവണം എന്ന് പറഞ്ഞു. ജൂൺ 12-നാണ് ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അതിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിച്ചത്. ആഗസ്റ്റ് 20 വരെ ഗോളടിക്കാനുള്ള സമയമുണ്ട്. പക്ഷേ 2 ആഴ്ച തികയും മുമ്പ് 1 മില്യൺ ഗോൾ, 10 ലക്ഷം ഗോൾ നമ്മുടെ കുട്ടികളടിച്ച് അത് ഡാഷ്ബോർഡിൽ അപ്ലോഡ് ചെയ്യണം. ഓരോ സ്കൂളിൽ പഠിക്കുന്ന ഗോളുകൾ ഡാഷ്ബോർഡിൽ അപ്ലോഡ് ചെയ്യണമെന്നാണ്. 25-ാം തീയതി ഉച്ചയാകുമ്പോഴേക്ക് ടൈറ്റിലുള്ള നമ്മുടെ ഡാഷ്ബോർഡിൽ 10 ലക്ഷം ക്രോസ് ചെയ്യും. അപ്പോൾ ഫുട്ബോളിന്റെ താല്പര്യം അത്രയേറെയാണ് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ഈ നാടിനുമുള്ളത്.
മാടക്കത്തറ പഞ്ചായത്ത് ആയുർവേദ ആശുപത്രി റോഡിൽ വൻതോതിൽ മാലിന്യം തള്ളിയത് നാട്ടുകാർക്ക് ശല്യമായിരിക്കുന്നു. കാൽനടയാത്ര പോലും അസാധ്യമായ നിലയിലാണ് ചത്ത പട്ടിയുടെ ചീഞ്ഞ ദേഹം വരെ ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ടുള്ളത്. മറ്റു വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വീണ്ടും വാർത്തയിലേക്ക്. കുട്ടികൾക്കും യുവാക്കൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച അതിമാരക മയക്കുമരുന്നുമായ ഹാഷിഷ് ഓയിലുമായി ഒരാൾ അറസ്റ്റിൽ. പെരിഞ്ഞനം ആറാട്ടുകടവ് സ്വദേശി പള്ളത്ത് വീട്ടിൽ ഗൗതം എന്നയാളെയാണ് അറസ്റ്റിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 5 ചെറിയ ഡപ്പികളിലായി സൂക്ഷിച്ച 7.7 ഗ്രാം ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തത്. പ്രതിക്കെതിരെ കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി അതിമാരക മയക്കുമരുന്നായ ഹാഷിഷ് ഓയിൽ സൂക്ഷിച്ച കുറ്റത്തിന് NTPS നിയമത്തിന് പുറമെ ജുവൈനൽ ജസ്റ്റിസ് ആക്ടിലെ ജാമ്യമില്ലാ വകുപ്പായ സെക്ഷൻ 77 കൂടി ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്കൂളിലെ സ്റ്റോർ റൂമിൽ നിന്ന് 250 കിലോ അരിയും പാചക പാത്രങ്ങളും മോഷ്ടിച്ച് വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണം മുടക്കിയ കേസിലെ 2ാം പ്രതിയായ അസം സ്വദേശിയും അറസ്റ്റിൽ. സ്കൂൾ കോമ്പൗണ്ടിൽ അതിക്രമിച്ച് കയറി സ്റ്റോർ റൂമിന്റെയും അടുക്കളയുടെയും പൂട്ടുപൊളിച്ച് കറിക്കത്തി മുതൽ അരി വരെ കവർന്ന കേസിൽ 2ാം പ്രതിയായ അസം സ്വദേശിയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. അസം നാഗോൺ ജില്ലാ സ്വദേശിയും നിലവിൽ പി വെമ്പല്ലൂർ വാളൂർ ക്ഷേത്രത്തിന് സമീപം താമസക്കാരനുമായ
ഇക്രമുൾ ഇസ്ലാം എന്നയാളെയാണ് അറസ്റ്റിലായത്. സ്കൂൾ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന 50 കിലോ വീതമുള്ള 5 ചാക്ക് അരിയും ഉച്ചഭക്ഷണ പാചകത്തിന് വിതരണത്തിനുമായി സൂക്ഷിച്ചിരുന്ന വിലപിടിപ്പുള്ള പാത്രങ്ങളും ഉൾപ്പെടെ 1 ലക്ഷത്തോളം രൂപ വില വരുന്ന സാധനങ്ങളാണ് പ്രതികൾ മോഷ്ടിച്ച് കടത്തിക്കൊണ്ടുപോയത്. തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകനായി തെരഞ്ഞെടുത്തിട്ടുള്ള കരുമത്ര പറിഞ്ചുകുട്ടി തോമസ് വീട്ടിലെ പറമ്പിൽ തെങ്ങ് കയറുന്നതിനിടെ വീണു മരിച്ചു. 80 വയസ്സായിരുന്നു. നീണ്ട 35 വർഷം കരുമത്ര പാൽ സൊസൈറ്റി പ്രസിഡന്റായും കരുമത്ര വരടഞ്ചിറ പാടശേഖര സമിതി പ്രസിഡന്റായും കോൺഗ്രസ് മുൻ ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റായും പ്രവർത്തിച്ചിരുന്നു. ഭാര്യ ബേബി, മക്കൾ ഷാജു, സാബു, ഷിബു, ജെയിംസ്, മരുമക്കൾ ലിൻസി, റോസി, വിജി, വിൻസി. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിയൂർ സെൻട്രൽ ജയിലിൽ AI ഡ്രോൺ സംവിധാന പരീക്ഷണ പറക്കൽ വീക്ഷിക്കുവാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എത്തി. മാടക്കത്തറ പാടത്ത് നഴ്സറിയുടെ മറവിൽ നെൽവയൽ നികത്തുവാൻ മണ്ണുമായി വന്ന ലോറി നാട്ടുകാർ തടഞ്ഞു. മണ്ണുത്തി പോലീസ് എത്തി മെയിൻ നടപടികൾ സ്വീകരിച്ചു. ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്തുവാൻ പോലീസിനെയും ഗുണ്ടകളെയും ഉപയോഗിച്ച് ക്രൂരമായ അക്രമം അഴിച്ചുവിട്ട കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തി AISF, AIYF നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. കേരളത്തിന് അനുവദിക്കാനിരുന്ന എയിംസിനായി സംസ്ഥാന സർക്കാർ സമർപ്പിച്ച സ്ഥലങ്ങളുടെ പട്ടികയിൽ നിന്ന് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തെ ഒഴിവാക്കിയതിൽ BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.